മനുഷ്യനാരാണ്? അവനെ വിളിച്ച പേര് കുഷ്ഠരോഗി എന്നാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ കുഷ്ഠരോഗികളുടെ നിർണയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് കുഷ്ഠരോഗി? അവർ എന്ത് അനുശാസിക്കണം, എപ്പോഴവർ ദൈവസന്നിധി വരണം, എപ്പോഴേ അവർക്ക് വരാൻ കഴിയുമെന്നൊക്കെ വളരെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. കുഷ്ഠരോഗത്തെ രണ്ട് നിലയിലാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് പാപത്തോട് ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ട് ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുകയാണ്. നോക്കുക, ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പാട് പോലെ വരികയാണ്, അത് ശരീരം മുഴുവൻ പിന്നെ വ്യാപിക്കുകയും ചെയ്യുക. ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ ചിന്ത, പാപം മുഴുവനായിട്ടല്ല പ്രവേശിക്കുന്നത്, അത് ചെറുതായിട്ട് അകത്ത് കിടക്കുന്നത്. അത് ഒന്നുകിൽ ചിന്തയാകാം, ഒന്നുകിൽ നോട്ടമാകാം, ഒന്നുകിൽ കേൾവിയാകാം, ഒന്നുകിൽ പ്രവൃത്തിയാകാം. അത് ചെറുതായിട്ട് അകത്ത് കിടക്കുകയാണ്. അത് ക്രമേണ അത് ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുവാനിടയാ. എന്താ തെളിവ്? യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം ഇങ്ങനെ വായിക്കുന്നു: മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോഹം ഗർഭം ധരിക്കുക, അത് പാപത്തെ പ്രസവിക്കുക. പാപം മുഴുത്തിട്ട് അത് മരണത്തിന് വഴിമാറുവാനിടയാ. ഇവിടെ സഹോദരിമാരുണ്ടല്ലോ, അമ്മമാരിവിടെയുണ്ട്. നിങ്ങളാരും അത് പ്രഗ്നന്റ് ആയ ആ സമയത്ത് അത് ഒരാഴ്ചക്കുള്ളിൽ പ്രസവിച്ചവരല്ല. ആ കുഞ്ഞ് വളർന്ന് 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 വന്ന് കാണാൻ കഴിയാത്ത കുഞ്ഞ് ഒരിക്കൽ കാണാൻ കഴിയത്തക്കവന പുറത്തേക്ക് വരികയാ. ഓർത്തിരിക്കുന്ന പാപം ഇതുപോലെയാ. അത് ചിന്തകളിൽ പ്രവേശിക്കുക. അടുത്തിരിക്കുന്നവർക്കറിയത്തില്ല, കൂടെ കിടന്നുറങ്ങുന്നവർക്കറിയത്തില്ല, ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കറിയത്തില്ല, അടുത്തിരുന്ന് ആരാധിക്കുന്നവർക്കറിയത്തില്ല. ചിന്തകൾക്കകത്തൂടെ കയറിയിറങ്ങുന്ന പാവ അതിനെ തട്ടി തലോടി താലോലിച്ച് അതിന് വളരാൻ അവസരം കൊടുത്താൽ എങ്ങനാ കുഞ്ഞു വളരുന്നത്? അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ ഊർജം പകർന്നുകൊണ്ട് അതിനാവശ്യമുള്ളത് സ്വീകരിച്ചുകൊണ്ട് അത് വളരുന്നത്. 2.5 കിലോഗ്രാം ഭാരമുള്ള ഒരു കുഞ്ഞ് 9 മാസം കൊണ്ട് പുറത്തു വരുമ്പോ അതൊരു പൊട്ടുപോലെ അകത്താദ്യം വീണത്. അതിന് വളരാൻ ആവശ്യമുള്ളത് നിങ്ങൾ കഴിച്ചു കൊടുത്തപ്പോ, നിങ്ങളത് ഉപയോഗിച്ചപ്പോ, അത് വിശ്രമിച്ചപ്പോ അത് വളർന്നു വലുതായതുപോലെ പാപത്തിന് വളരാൻ അവസരങ്ങൾ നമ്മൾ കൊടുക്കരുത്. അതിനെ വേരോടെ പറിച്ചറിയണം. അത് കണ്ണിലാകാം, അത് കാതിലാകാം, അത് നാവിലാകാം, അത് ചിന്തകളിലാകാം. ഓർത്തിരിക്കേണ്ട ഒരു ചിന്ത, അടുത്തിരിക്കുന്നവർ പോലും അറിയത്തില്ല, കൂടെ ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുന്നവരും അത് അറിയത്തില്ല. പക്ഷേ ഒരിക്കലും അറിയോ എന്ന് ഒരു കുഞ്ഞിനെ വഹിക്കാൻ കഴിയത്തില്ല. അവൻ പുറത്ത് വരുന്നത് പോലെ പാപ പുറത്ത് വെളിപ്പെടുവാനിടയാണ്. അങ്ങനെയാണെങ്കിൽ കുഷ്ഠരോഗിയുടെ രോഗാവസ്ഥ എന്താ? രോഗാവസ്ഥ ആരും അവനെ തൊടാൻ പാടില്ല, ആർക്കും അവനെ തൊടാൻ പാടില്ലതാണ് പ്രമാണം. അവിടെയാണ് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ ശുദ്ധമാകാൻ അങ്ങേക്ക് മനസ്സുണ്ടാകണം. അങ്ങനെയാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്. കുഷ്ഠരോഗി ചെയ്യേണ്ട 7 കാര്യങ്ങൾ അതിപ്രധാനമായി പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ ആ ഭാഗത്തിലേക്ക് വരണം. ലേവ്യ പുസ്തകത്തിലേക്ക് വരിക. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ വായിക്കാം. ഇത് എങ്ങനാ കുഷ്ഠരോഗിയാന്ന് അറിയുന്നത്? അവൻ പുരോഹിതന്റെ അടുത്ത് വരണം. പുരോഹിതന്റെ അടുത്ത് വരുമ്പോൾ പുരോഹിതൻ അവന്റെ വസ്ത്രം മാറ്റി അവനെ പരിശോധിക്കുക. തല മുതൽ പാദം വരെ പരിശോധിച്ചിട്ട് പുരോഹിതൻ ഒരു വിധി എടുത്തെഴുത്, ഇവൻ കുഷ്ഠരോഗിയാണ് എന്ന വിധിയാണ്. ഞാനൊരു ദൂതമെന്ന് പറയാം. ആരാണ് പുരോഹിതൻ? ജിനുപാസ്റ്റ് അല്ല, അത് സഭയുടെ ശുശ്രൂഷകനാണ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ അടുക്കലാണ് വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മുടെ ഇരിപ്പും നടപ്പും യാത്രകള് സകല ഇടപാടുകള് കണ്ടതയോ ഒരു വസ്ത്രം കൊണ്ടത് മറയ്ക്കാൻ കഴിയത്തില്ല. ഏതെനിൽ പാപം ചെയ്തവർ ഇല കൊണ്ടത് മറയ്ക്കാൻ ശ്രമിച്ചു, ആകാൻ പാപം ചെയ്തപ്പോൾ മണ്ണുകൊണ്ടതിനെ മറയ്ക്കാൻ ശ്രമിച്ചു. അതേ ഗേഹസി പാപം ചെയ്തപ്പോൾ വീട് കൊണ്ടതിനെ മറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. ഇന്ന് മുതൽ ദൈവത്തിന്റെ പാപത്തെ മറക്കാൻ മനുഷ്യന്റെ മുമ്പിൽ, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ മറക്കാൻ കഴിയത്തില്ല. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള ആ പുരോഹിതനാണ് വിളിച്ചു പറയുന്നത് നാം ആരാണെന്നുള്ള പദം. ശ്രദ്ധിച്ച് ചിന്തകളുടെ പുറകെ നിങ്ങൾ വരണം. ഈ പുരോഹിതൻ അവൻ പാപിയാണെന്ന് ആത്മീകതല
ഇവൻ ശാരീരിക ബലഹീനതയുള്ളവനാണെന്ന് വിധി എഴുതിയാൽ 7 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവൻ എന്ത് ചെയ്യണം? വസ്ത്രം കീറണം. എന്താ അതിന്റെ അർത്ഥം? തിരുവചനം വിളിച്ചു പറയുന്നു, പുതിയ നിയമത്തിന്റെ ഉപവാസം എന്താണ്? വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറുക. ഒന്നുകൂടെ പറഞ്ഞാൽ, അത് നീ മറച്ചു വെക്കരുത്. ഇത് മറയ്ക്കാൻ കഴിയുന്നതല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പാപം പണം കൊണ്ട് മറയ്ക്കാൻ കഴിയത്തില്ല. പാപം വിദ്യാഭ്യാസം കൊണ്ട് മറയ്ക്കാൻ കഴിയത്തില്ല. പാപം വചനം വായിച്ചാൽ മറയപ്പെടത്തില്ല. പാപത്തിന് ശുദ്ധീകരണം നടക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് ഓടി വരികയാ. ഓർക്കുക, വസ്ത്രം കീറണം. ശരീരത്തെ ദൈവസനെ സമർപ്പിക്കുക. ഹൃദയത്തിനകത്തൊരു തകർച്ച ഉണ്ടാകണം എന്ന പദത്തിന്റെ അർത്ഥം, ഇതിനെ മറച്ചുകൊണ്ട് നടന്നാൽ എനിക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ പദം, അവൻ എന്ത് ചെയ്യണം? തല എന്ത് ചെയ്യരുത്? മൂടരുത്. മറയ്ക്കാൻ കഴിയത്തില്ല, മറച്ചു വെക്കാൻ കഴിയത്തില്ല. മൂന്നാമത്തെ ചിന്ത, വേഗത്തിൽ അതരം മൂടണം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്തറിയോ? ഈ ശരീരത്തിൽ ഇത് വെച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കാൻ അടുത്ത് വരരുത്. അവിടെ നീ ആധരം അടക്കണം. ജീവിത വിശുദ്ധിയില്ലാതെ പാടരുത്. ജീവിത വിശുദ്ധിയില്ലാതെ ആരാധിക്കരുത്. ജീവിത വിശുദ്ധിയില്ലാതെ തിരുവചനം വായിക്കാൻ പാടില്ല. ഞാൻ മുമ്പേ ഒരു വിഷയം പറഞ്ഞല്ലോ. ഈ പകൽ നാം തിരിച്ചറിയണം, ആരോടാണ് അടുക്കുന്നത്. ഇത് ലോഗോസ് എഴുതിയ ബൈബിൾ അല്ല. ഇത് ഗിലെയാദിന്റെ ഫെലോഷിപ്പിന്റെ ബൈബിൾ അല്ല. ഇത് IPC ചർച്ച് ഓഫ് ഗോഡിന്റെ ബൈബിൾ അല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. നാം ആരാധിക്കുന്നത് ആ ദൈവത്തെയാണ്. അതുകൊണ്ട് എങ്ങനെ അവനെ ആരാധിക്കണം? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ ചിന്തിക്കണം, കഴിഞ്ഞ ഒരാഴ്ച എന്റെ വായ് എന്തിനൊക്കെ ചിലവഴിച്ചതാണ്. എന്റെ കാതുകൾ എന്തിനൊക്കെ ഉപയോഗിക്കപ്പെട്ടതാണ്. എന്റെ കണ്ണുകൾ എന്തിനൊക്കെ പോയതാണ്. എന്റെ കാലുകൾ, എന്റെ കൈകൾ എവിടൊക്കെ യാത്ര ചെയ്തതാണ്. ദൈവത്തിന്റെ പൈതലേ, ഈ പകൽ തിരിച്ചറിയണം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കായെന്ന് പാടുമ്പോൾ നമ്മുടെ ശരീരം എന്തായിരുന്നു? ഞാൻ ഉൾപ്പെടെയാണ് ഈ ദൂതിപ്പകൽ പറയുന്നത്. ആ ദൈവത്തിന് മുമ്പ് വരുമ്പോഴേ പാടുകയല്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്? ആധരം മൂടിയിരിക്കണം. അതൊരു സമർപ്പണത്തെ കാണിക്കുകയാ. അയോഗ്യനായ എന്നെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഈ ദൈവത്തെ ആരാധിപ്പാൻ അവരെന്നെ പ്രാപ്തനാക്കി മാറ്റിയെങ്കിൽ അയോഗ്യമായി അടുക്കരുത്. തിരുമേശയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കില്ലേ, അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യരുത്. അത് തിരുമേശ മാത്രമല്ല, ആരാധനീയ. അയോഗ്യമായി അടുക്കരുത്, അയോഗ്യമായത് ചെയ്യരുത്, അയോഗ്യമായതിനോട് സമീപിക്കരുത്. അതിന്റെ കാരണം അയോഗ്യനായ ദൈവത്തെ അല്ല, യോഗ്യനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. നാലാമത്തെ ചിന്ത വായിച്ചു. അവൻ അതരം തുറക്കാം. എന്തിനു വേണ്ടി? അൺക്ലീൻ, അൺക്ലീൻ എന്നവൻ വിളിച്ചു പറയണം. സാധാപുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് വലതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുമ്പോൾ ആദ്യം അവൻ എന്ത് ചെയ്യണം? അവൻ പറയണം, I am unclean. നമ്മുടെ അശുദ്ധിയെ മാറ്റി അവൻ നമ്മളെ വിശുദ്ധരാക്കി. അപ്പോഴും ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ജഡത്തിലെ ആത്മാവിലെ കന്മഷങ്ങൾ മാറ്റപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്, എന്തും പറഞ്ഞിട്ട് ആരാധിക്കാൻ കഴിയുന്നിടമല്ല ദൈവസഭ. എങ്ങനെയും നടന്നിട്ട് ആരാധിക്കാൻ പറ്റുന്നിടമല്ല. അതുകൊണ്ട് ആരാധന മുടക്കണമെന്നല്ല. ആരാധനയ്ക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞ, കർത്താവേ എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അതേ യേശയ്യാവ് പ്രാർത്ഥിച്ചില്ലേ? ഇതാത ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യർ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്കാ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുകയാ. എന്താ അതിന്റെ പ്രതിവിധി? ഒരു കോട്ടിൽ കൊണ്ടവന്റെ നാവിനെ തൊട്ടെന്ന് ഇന്ന്
പകൽക്കാല ദൈവത്തിന്റെ ആത്മാവെന്ന തീ നമ്മളെ തൊട്ടാൽ അവിടെ ഒരു ശുദ്ധീകരണം വ്യാപരിക്കപ്പെടുവാനിട. യോശുവയുടെ വസ്ത്രത്തിനകത്ത് മുഷിവ് പറ്റിയപ്പോ അത് മാറ്റിക്കളഞ്ഞ് മറ്റൊന്ന് ധരിപ്പിക്കുക ദൈവം കൽപ്പന കൊടുത്തില്ലേ? ഈ പകൽ ആദ്യം ചെയ്യേണ്ടത്, ദൈവമേ ഞാൻ അശുദ്ധനാണ് എന്നൊരു സമർപ്പണമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. തന്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിപ്പാനിടയാണ്. അടുത്ത വാക്ക് ഞാൻ ഓടി മാറുന്നു. അവന് രോഗമുള്ള കാലമൊക്കെ എപ്പോഴാണ് ശുദ്ധനാകുന്നത്? ഒന്ന്, രോഗം മാറുമ്പോൾ. ആത്മീക വീക്ഷണം, പാപം ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിക്കുന്നിടം വരെ. ഞാനൊരു ദൂതുണ്ടെന്ന് പറയാം. കർത്തൃമേശയിൽ പങ്കെടുത്താലും കൈയടിച്ചാലും സ്വർഗം സാക്ഷ്യം പറയുന്നത് ക്രമീകരണം നടന്നു കഴിയുമ്പോഴാ. ആ കാലം വരെ അവൻ ആരായിരിക്കും? അതെത്ര ആഴ്ച കഴിഞ്ഞാല്, അതെത്ര മാസം കഴിഞ്ഞാല്. നമ്മുടെ സഭകളിലൊക്കെ പണ്ട് മുടക്കുമായിരുന്നു 3 മാസം 6 മാസം കഴിഞ്ഞാലും ദൈവത്തോട് ക്രമീകരണം പ്രാപിച്ചില്ലെങ്കിൽ വചനം വിളിച്ചു പറഞ്ഞു, കുഷ്ഠം മാറുന്നിടം വരെ അവൻ ആരാണ്? അശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഏറ്റു പറയേണ്ടത്, ദൈവത്തോട് ഏറ്റു പറയണം. ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കേണ്ടത്, അത് പ്രാപിക്കണം എന്ന് തന്നെയാണ് അവതരണത്തിന്റെ അർത്ഥം. അടുത്ത വാക്ക് വായിക്കാം. അവൻ അശുദ്ധൻ തന്നെ, അവൻ കൂട്ടത്തിലല്ല, തനിച്ചു പാർക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപം അതിന് മറ്റാർക്കും പങ്കാളിത്തമില്ല. അടുത്ത വാക്ക്, അവൻ എവിടെ പാർക്കണം? പാളയത്തിന് പുറത്ത് പാർക്കണം. 7 വിധത്തിൽ പ്രയാസമുള്ളവൻ അവൻ ഉറക്ക വിളിക്കണം, ദൂരെ കേൾക്കുന്നവൻ വഴിമാറിപ്പോകുക, അവനോട് അടുക്കത്തില്ല. ഈ 7 ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് യേശു മലയിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ ഒരുത്തൻ അടുത്തേക്ക് വന്നിട്ട് പറയുക, കർത്താവേ എന്നെ ശുദ്ധമാക്കാൻ നിനക്ക് മനസ്സുണ്ടാകണം. സ്നേഹവും മനസ്സലിവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു രംഗമാണ് ഈ 8-ാം അധ്യായം നമ്മളെ കാണിക്കുന്നത്. ഇത് രണ്ടും കാണാൻ കഴിയുന്നത് യേശുവിന്റെ കാൽവരിയിലാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം, നമ്മോടുള്ള ദൈവത്തിന്റെ മനസ്സലിവ്, അതാണ് കാൽവരിയിൽ ഒഴുകിയിറങ്ങിയത്. അശുദ്ധരായ നമ്മളെ ശുദ്ധരാക്കി മാറ്റാൻ, പാളയത്തിന് പുറത്ത് കിടന്ന് നമ്മളെ പാളയത്തിനകത്തേക്ക് കൊണ്ടുവരാൻ അവൻ നഗരവാതിന് പുറത്ത് വെച്ച് നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനിടയാൽ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കാൽവരിയിൽ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്, കാൽവരിയിൽ കാണുന്നത് ദൈവത്തിന്റെ മനസ്സലിവാണ്. അവൻ ചോദിക്കുന്നത്, യേശുവേ എന്നെ ശുദ്ധമാക്കാൻ നിനക്ക്. അതിന്റെ അർത്ഥം എന്താ? പലർക്കും എന്നോട് മനസ്സലിഞ്ഞു, അതൊരു നാണയത്തൊട്ടുകളായി എന്റെ മുമ്പിൽ വീണിട്ടുണ്ട്, വസ്ത്രങ്ങളായി എറിഞ്ഞു തന്നിട്ടുണ്ട്, അപ്പക്കഷണങ്ങളായി എന്റെ മുമ്പിൽ വീണിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത, എന്റെ തല മുതൽ പാദം വരെ ഉണ്ടായിരിക്കുന്ന കീറപ്പെട്ട വസ്ത്രവുമായി നടക്കുന്ന, തല മൂടാൻ കഴിയാതെ എപ്പോഴും അശുദ്ധനെന്ന് മാത്രം പറയുന്ന എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കിതിനൊരു പരിഹാരം വേണം. അങ്ങ് മനസ്സ് വെച്ചാൽ ഇത് നടക്കുക. അവിടെയാണ് അടുത്തവൻ. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞ അവന്റെ ശരീരത്തെ കർത്താവ് തൊടുകയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മറ്റാരും കൈവെക്കാൻ മടിക്കുന്ന വിഷയത്തെ യേശു കൈവെക്കുന്നവനാണ്. മറ്റാരും കൈനീട്ടാൻ അതേ മടിക്കുന്ന വിഷയത്തെ, മറ്റാരും ഇടപെടാൻ അതേ മടിക്കുന്ന വിഷയത്തെ, മറ്റൊരാൾ ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്ന വിഷയത്തെ കൈനീട്ടി തൊടാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് അവൻ തൊട്ടാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടും. യേശുവിന്റെ സ്പർശനം അവന്റെ ശരീരത്തിനകത്ത് അത്ഭുതമായി മാറ്റപ്പെടുവാനിടയാണ്. ഞാൻ ഈ വാക്കിന് ഇപ്പോൾ വിരാമം കുറിക്കാനുണ്ട്. കർത്താവിനോട് പറഞ്ഞു, മോനെ നീ സൗഖ്യമാണ്, അത് പുരോഹിതനെ കാണിക്കണം. നീ കുഷ്ഠം വന്നവനാണ്,
നീ രോഗമുള്ളവനാണെന്നും നീ പാളയത്തിന് പുറത്താകണമെന്നും വിധി എഴുതിയില്ലേ, അവൻ തന്നെ തിരിച്ചു വിധി എഴുതും. നിങ്ങൾ 14-ാം അധ്യായം കൂടെ വീട്ടിൽ വായിക്കുക. വീടിന് കുഷ്ഠമുണ്ടായാലൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ട്. ഇനി മനുഷ്യൻ കുഷ്ഠം മാറിയാൽ അവൻ യാഗം കഴിക്കാൻ അടുത്തു വരണം. പാപം മോചിക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കാൻ അടുത്തു വരണം. പാപം ജീവിതത്തിൽ വന്നാലും ദൈവസന്നിധി വരണം. കുറവുകൾ പരിഹരിക്കാൻ ഒരുവരുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും പാപം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതുന്നത് അല്ല. നിങ്ങൾ ആർക്കെങ്കിലും അബദ്ധവശാൽ പാപം സംഭവിച്ചു പോയാൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, കർത്താവിനോട് പോകണം. അവൻ യാഗം കഴിക്കാൻ അടുത്തു വരണം. പുരോഹിതൻ ഇറങ്ങി വന്ന് നോക്കിയിട്ട് പറയോ, ഇപ്പോൾ നീ പാപിയല്ല, നീ കുഷ്ഠരോഗിയല്ല, നീ സൗഖ്യം പ്രാപിച്ചു. അവൻ അകത്തേക്ക് ആരാധനയ്ക്കായി കടന്നു വരികയാ. പാപം മോചിക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തെ ആരാധിപ്പോൾ ഇന്ന് പകരം ദൈവം നമുക്ക് കൃപ നൽകുവാനിടയായി. കർത്താവിന്റെ മനസ്സലിവ് നമുക്ക് സൗഖ്യമായി മാറുവാനിടയായി. കർത്താവിനെ തൊട്ടു, അവൻ ശുദ്ധി പ്രാപിച്ചു. 3 കാര്യങ്ങളിലാണ് ശുദ്ധീകരണം നടക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ആ ഭാഗം നിർത്തുകയാണ്. വേഗം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി. വചനം നമ്മളെ ശുദ്ധീകരിക്കും. പ്രവചനത്തെക്കാൾ, വെളിപ്പാടിനേക്കാൾ, ദർശനത്തെക്കാൾ ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. എന്തിനാ പ്രസംഗിക്കുമ്പോൾ ആവശ്യമില്ലാതെ പുറത്തു പോകരുതെന്ന് പറയുന്നതിന്റെ കാരണം വചനം കേൾക്കാനാണ്, വചനം ഗ്രഹിക്കാനാണ്. വചനമാണ് നമ്മളിൽ മാറ്റം തരുന്നത്. വചനം പാപബോധം തരും, വചനം കുറ്റബോധം തരും, വചനം നമ്മളെ സമർപ്പണത്തിലേക്ക് നടത്തുക. വചനം ശുശ്രൂഷിക്കുമ്പോൾ ഉറങ്ങരുതെന്ന് പറയാൻ കാരണം, മയങ്ങരുതെന്ന് പറയാൻ കാരണം, ശാരീരിക ക്ഷീണം ഒക്കെ ഉണ്ടായിരിക്കുക, പക്ഷേ അരുതെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട വചനം നിമിത്തം ദൈവത്തിന്റെ പൈതലേ, നാം വായിക്കുന്ന പത്രത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. നാം ഉപയോഗിക്കുന്ന മൊബൈലിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. നാം ഉപയോഗിക്കുന്ന ടിവിക്ക് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകത്തിന് ആരെയും ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ ശക്തിയുണ്ട്. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. യേശു പറഞ്ഞു, എന്നോട് കേട്ട വചനം നിങ്ങളെ ശുദ്ധീകരിക്കാനിടയാണ്. 2 ലേഖനം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ. വേഗം ലേഖനം 5-ാം അധ്യായം 25 മുതൽ 27 വരെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിച്ചു. സ്നാനം ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കഴിയിക്കണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അടുത്ത വാക്ക്, അവൻ നമ്മളെ വചനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടത്. കറ, ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് താൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഓർക്കുക, ജലസ്നാനത്താലും ശുദ്ധീകരണം നടക്കപ്പെടുന്നു. 3-ാമത്തെ ചിന്ത, അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളോട്. എബ്രായ ലേഖനം 9, 13, 14 വാക്യങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡത്തിന് ശുദ്ധി വരുത്തിയെങ്കിൽ, ഇനി അടുത്ത പദം ശ്രദ്ധിച്ച് കേട്ടോണം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം നടക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കേണ്ട സുപരിചിതമായ വാക്യം.
അതിനൊടുവിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകപ്പെട്ട രക്തം ഇന്നും അത് ചലിക്കുന്ന രക്തമാണ്. അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: തളിക്കപ്പെട്ടവരുടെ മേൽ ഒഴുക്കുന്ന പശുഭസ്മ, ആട്ടുകൊറ്റന്മാരുടെ കാലകളുടെ അറുക്കപ്പെട്ട രക്തത്തിന് ശരീരത്തിന് ശുദ്ധി വരുത്താൻ കഴിഞ്ഞെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുക. ശുദ്ധീകരിക്കുന്നത് വെള്ളമല്ല, എണ്ണയല്ല, തൈലമല്ല, ഒഴുകപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തമാണ്. എന്തിനാ അത് ചെയ്യുന്നതെന്നറിയാമോ? പാളയത്തിന് പുറത്ത് കിടക്കുന്ന നിന്നെ പാളയത്തിനകത്ത് കൊണ്ടുപോകാം. മന്ദിരത്തിന് പുറത്തു പോയ നിന്നെ മന്ദിരത്തിനകത്ത് കൊണ്ടുപോകാൻ ഒരു ആത്മീക ദൂതൂടെ പറയാ. നിത്യ കൂടാരത്തിനകത്തേക്ക് പ്രവേശനം നൽകി തരാനാ ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശുവിന്റെ രക്തത്താൽ ആ ശുദ്ധീകരണം നമ്മിൽ നടക്കുകയാ. ആ ഭാഗം എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? 13-ാം അധ്യായത്തിലുണ്ട്. പാളയത്തിന് പുറത്ത് അവന്റെ കഷ്ടം സഹിക്കണം. നമുക്ക് വേണ്ടി അവൻ നഗരവാതിലിന് പുറത്ത് അവൻ കഷ്ടം സഹിക്കുവാനിടയായി. യെരൂശലേമിന് പുറത്ത് ഒരുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്, അങ്ങ് കാൽവരിയുടെ മരമുകളിൽ തകർക്കപ്പെട്ടത്. അവൻ മനസ്സലിവുള്ള ദൈവമാണ്, അവൻ സ്നേഹമുള്ള കർത്താവാണ്. അവൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരുമിച്ച് ദൈവത്തോട് പറയാം: കർത്താവേ, ഇന്ന് പകൽക്കാലം മനസ്സലിവുള്ള സ്നേഹമുള്ള ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ, അതിനെ തൊടാൻ, എന്റെ ശരീരത്തെ തൊടാൻ, എന്റെ ആത്മാവിനെ ആത്മമണ്ഡലത്തെ തൊടാൻ, എന്റെ ദേഹം ദേഹി ആത്മാവിനെ തൊടാൻ, എന്റെ കുടുംബത്തെ തൊടാൻ, എന്റെ തലമുറയെ തൊടാൻ, എന്റെ ജീവിതത്തെ തൊടാൻ കരുത്തുള്ള ഒരു കർത്താവുണ്ട്. ആരും ഇടപെടാത്ത എന്റെ വിഷയത്തിനകത്ത് തൊടാൻ ദൈവത്തിന് കഴിയുക. അവൻ എന്താ ചെയ്തത്? അവൻ പിന്മാറിയില്ല, അവൻ പിൻവാങ്ങിയില്ല, അവൻ ഓടി അടുത്ത് വരികയാ. മലമുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്നവന്റെ അടുക്കലേക്ക് വന്നു നിന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു: യേശുവേ, എന്നെ സൗഖ്യമാക്കാൻ അങ്ങേക്ക് കരുണ തോന്നുന്നു. അപ്പം നുറുക്കാൻ ഉയർത്തപ്പെട്ട കരം, അത്ഭുതം ചെയ്യാൻ ഉയർത്തപ്പെട്ട കരം, വിടുവിപ്പാൻ ഉയർത്തപ്പെട്ട കരം, അയോഗ്യനായ എന്നെ തൊടാൻ ആ കരമൊന്ന് നീട്ടാൻ അവൻ കരഞ്ഞു. കുഞ്ഞേ, നിന്റെ അപ്പൻ തൊടുന്നതിനേക്കാൾ, അമ്മ തൊടുന്നതിനേക്കാൾ ശക്തിയേറിയ ഒരു കരം ദൈവത്തിന്റെ കയ്യാ. ഈ പകൽക്കാലം ആ കരം അത് ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇത് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് അവസാനിച്ച കൈയല്ല. ഇത് അരുമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അസ്തമിച്ച കൈയല്ല. പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഒടുവിൽ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ആ കരമുയർത്തി കരേറിപ്പോയ ആ കൈ ഇന്ന് പകരം ഇതിന് നടുവിൽ വ്യാപരിക്കുകയാ. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുക: ആ കരം എനിക്ക് നേരെ ഒന്ന് നീട്ടണം കർത്താവേ, എന്റെ നേരെ ഒന്ന് നീട്ടണം, എന്നെ ആ കരമൊന്ന് തൊടണം. എല്ലാ കണ്ണുകളും ദൈവസടയട്ടെ. നാം ഒരു നിമിഷം ദൈവത്തെ പാടി ആരാധിപ്പാനായി സമയമെടുക്കുകയാ. എല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങുകയാ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഈ പകൽക്കാലം വ്യാപരിക്കപ്പെടണം. കർത്താവിന്റെ കരം നമ്മളെ തൊടണം. നാം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടണം. ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കപ്പെടണം. ദൈവത്തിന്റെ കരം ചലിക്കപ്പെടണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ: കർത്താവേ, ഞാൻ ഇതുവരെ കാണാത്ത ഒരു അത്ഭുതത്തിന് ദൈവം എന്റെ മേൽ അവിടുത്തെ കൃപ വ്യാപരിക്കണം. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുക. യേശുവിന്റെ രക്തത്താൽ കർത്താവേ, അത്ഭുതം എനിക്ക് കാണണം. എന്റെ വീടിനകത്തത് കാണണം, എന്റെ കുടുംബത്തിനകത്തത് കാണണം. ദൈവ മഹത്വം വ്യാപരിക്കണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഭിഷക്തനോട് ചേർന്ന് ഞാൻ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു: ഇതൊരു അത്ഭുതത്തിന്റെ ദിവസങ്ങളായി മാറുക, ഇതൊരു അടയാളത്തിന്റെ ദിവസങ്ങളായി മാറുക, ഇതൊരു ദൈവ പ്രവൃത്തിയുടെ ദിവസങ്ങളായി മാറുക. നിന്റെ കണ്ണുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കാര്യം ചലിക്കപ്പെടുന്നു. നിന്നിത പാത്ര
പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്ദിത